ഹലോ, എല്ലാവർക്കും ഷാനംസ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഒരു രജിസ്ട്രേഷൻ ഫോം എങ്ങനെ ഫില്ലപ്പ് ചെയ്യാം, സബ്മിറ്റ് ബട്ടൺ വരെ നമ്മളെല്ലാം കംപ്ലീറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അലേർട്ട് ബോക്സിൽ നോക്കാമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിന് മുൻപ് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, വെബ് എലമെന്റ് എന്നുള്ളൊരു കൺസെപ്റ്റാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഫസ്റ്റത്തെ വീഡിയോ മാത്രമേ കാണുന്നുണ്ടാവുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു PNG ഇമേജ് ആണ്. ഫുൾ ടൈം നെറ്റ് ഓൺ ചെയ്തിട്ടുണ്ടേ. ഞാൻ മൊബൈൽ ഡാറ്റയാണ് യൂസ് ചെയ്യണത്. അപ്പോൾ ഈ പേജ് ഷാനംസ് അക്കാദമിയുടെ യൂട്യൂബ് പേജ് കാണണമെങ്കിൽ ഒബ്വിയസ്ലി എൻ്റെ നെറ്റ് ഉണ്ടാവും. അതുകൊണ്ട് ഞാനത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോക്കാണ്. ഓക്കെ, ഇപ്പം എൻ്റെ നെറ്റ് ഒന്നും ഇല്ല, അല്ലെങ്കിൽ എൻ്റെ ഫോൺ ഡെഡ് ആയെങ്കിൽ എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് കുറച്ച് ലാഗായി പോകും. അപ്പം അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താക്കി, ഷാനംസ് അക്കാദമി പേജിൽ ഞങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു. ഓക്കെ, സോ നമുക്ക് നേരിട്ട് ക്ലാസ്സിലോട്ട് കയറാം. അതിന് മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് വെബ് എലമെന്റ് എന്നുള്ള കൺസെപ്റ്റാണ്. അപ്പോൾ എന്താ വെബ് എലമെന്റ്? ഈ വെബ് പേജിൽ കാണുന്ന എല്ലാം വെബ് എലമെന്റ് ആണ്. ഈ ഡ്രോപ്പ് ഡൗൺ മെനു കണ്ടിട്ടില്ലേ? ആ ഡ്രോപ്പ് ഡൗൺ മെനു ഒഴിച്ച് ബാക്കിയെല്ലാം വെബ് എലമെന്റ് ആണ്. ഇൻപുട്ട് ഫീൽഡ് അതൊരു വെബ് എലമെന്റ് ആണ്. ബട്ടൺ അതൊരു വെബ് എലമെന്റ് ആണ്. ഓക്കെ, ഇപ്പോൾ കാണിച്ചു തരാം. രജിസ്ട്രേഷൻ ഫോം ആകുമ്പോൾ കുറേ ഉണ്ടല്ലോ. റേഡിയോ ബട്ടൺ, ചെക്ക് ബോക്സ്, ടെക്സ്റ്റ്, ഇമെയിൽ, നമ്പർ, ഫയൽ അപ്ലോഡ്, സബ്മിറ്റ് ബട്ടൺ, ഇതൊക്കെ എന്താണ്, ഒരു വെബ് എലമെന്റ് ആണ്. പക്ഷേ ഈ ഡ്രോപ്പ് ഡൗൺ മെനു മാത്രം വെബ് എലമെന്റിൽ വരില്ല. കാരണം സോഴ്സ് കോഡ് എടുക്കുകയാണെങ്കിൽ Ctrl+U കൊടുത്തിട്ട് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഡ്രോപ്പ് ഡൗൺ മെനു സെലക്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടാഗ് വെച്ചിട്ടാണ് ക്രിയേറ്റ് ചെയ്തോക്കേണ്ടത്. അത് സെപ്പറേറ്റ് ആയിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക. ബാക്കി ഇൻപുട്ട് ടൈപ്പ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്ന എല്ലാം വെബ് എലമെന്റ് എന്ന രീതിയിലായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യാം. ഓക്കെ ഓക്കെ അതിനു മുൻപ് എനിക്ക് ഒരു പേര് പ്രിന്റ് ചെയ്യിക്കണം. നമ്മുടെ ജാവ പ്രോഗ്രാമിലാണെങ്കിൽ ഒരു പേര് പ്രിന്റ് ചെയ്യിക്കാം. കൺസോളിൽ പ്രിന്റ് ചെയ്യിക്കാനായിട്ട് എന്ത് ചെയ്യും? കൺസോൾ എന്താണെന്ന് കാണിച്ചു തരാം. ഓക്കെ, ഞാനത് ഓൾറെഡി റെക്കോർഡ് ചെയ്തതായിരുന്നു. അതിൻ്റെ കാട്ടോ കാണുന്നേ. എന്തുപറ്റി? ഇതെന്തെങ്ങനെ ഇരിക്കുന്നേ? സാധനക്ക് എന്തോ പറ്റി. ഓക്കെ, ശരി. ഇവിടെ വരുന്ന കണ്ടോ, ഇവിടെ നോ കൺസോൾ ടു ഡിസ്പ്ലേ അറ്റ് ദിസ് ടൈം. ഇതാണ് കൺസോൾ. ഇവിടെ എനിക്കൊരു പേര് പ്രിന്റ് ചെയ്യിക്കണം. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ജസ്റ്റ് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് LN എന്ന് കൊടുത്തിട്ട് ബ്രാക്കറ്റിനുള്ളിൽ കോഡ്സിൽ ഞാനിപ്പോൾ നിമിഷ എന്ന് കൊടുക്കുന്നു. നിമിഷ എന്ന് കൊടുത്ത് പുറത്തൊരു സെമി കോളൻ ഇട്ടു, സേവ് ചെയ്തു. ഇത് റൺ ചെയ്യുമ്പോൾ എന്തുണ്ടാവും? ഇവിടെ നിമിഷ എന്നുള്ള പേര് പ്രിന്റ് ചെയ്തിട്ട് വരും. കണ്ടോ? ഇതാണ് ഒരു പേര് പ്രിന്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡ്. ഇതിന് പകരം എനിക്ക് എന്താക്കാം? ഞാൻ ഈ പേരിന് ഒരു വേരിയബിളിലോട്ട് അസൈൻ ചെയ്ത് വെക്കുകയാണ്. സ്ട്രിങ് n ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് കോഡ്സിൽ ഞാൻ എന്താക്കും? നിമിഷ എന്ന് അസൈൻ ചെയ്തു. ഓക്കെ, ദെൻ ഞാൻ സിസ് ഔട്ട് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാവേ. ദെൻ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് എന്നിൽ ഞാൻ എന്താക്കുന്നു? ഈ n എന്ന് പറഞ്ഞ വേരിയബിൾ ഇവിടെ ഞാൻ കൊടുക്കണം. ഓക്കെ, നിമിഷ ഡേവിസ് എന്ന് കൊടുക്കാം. ഓക്കെ, കണ്ടോ? അപ്പം നിമിഷ ഡേവിയസ് എന്ന് പറഞ്ഞു. ഈ ഒരു കൺസെപ്റ്റാണ് നമ്മൾ വെബ് എലമെന്റിൽ യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ കൊടുക്കേണ്ട വാല്യൂസ് നമ്മൾ എന്താക്കുന്നു? ഒരു വേരിയബിളിലോട്ട് അസൈൻ ചെയ്ത് വെക്കും. ദെൻ ഈ വാല്യൂ വേറെ എവിടെയെങ്കിലും നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ എന്താക്കും? ഈ വേരിയബിൾ ജസ്റ്റ് കോൾ ചെയ്താൽ മതി. ക്ലിയർ ആയോ? കാണിച്ചു തരാം, ഒന്നുകൂടെ പറഞ്ഞുതരാം. അത് നമ്മൾ വെബ് എലമെന്റിലോട്ട് കയറുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഈ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് എല്ലാം കംപ്ലീറ്റ് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ജസ്റ്റ് സിസ് ഔട്ട് എന്ന് അടിച്ചിട്ട് കൺട്രോൾ ടാബ് സ്പേസ് കൊടുത്താൽ മതി. അതന്നെ ചെയ്തല്ലോ. ഞാൻ ഇപ്പൊ തന്നെ ടൈപ്പ് ചെയ്തതാണല്ലോ. കൺട്രോൾ സ്പേസ് ശരി തന്നെയല്ലോ. ഓക്കെ, ടൈപ്പ് ചെയ്തപ്പോൾ നേരത്തെ മാറിപ്പോയതാണ്. സിസ് ഔട്ട് എന്ന് കൊടുത്തിട്ട് കൺട്രോൾ സ്പേസ് നിൽക്കുക, അത് ഓട്ടോമാറ്റിക്കലി പ്രിന്റ് ആയിട്ട് വന്നോളും. ദെൻ നമ്മളവിടെ വേരിയബിൾ കൊടുക്കാം. ഓക്കെ, ക്ലിയർ ആയില്ലേ?
അപ്പോൾ ഈ ഒരു കൺസെപ്റ്റാണ് നമ്മുടെ വെബ് എലമെന്റിൽ നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോറി, നമ്മുടെ വെബ് എലമെന്റിലോട്ട് തിരിച്ചു വരാം. സ്ട്രിങ്, അതിന് മുൻപ് നമ്മുടെ ഈ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനുണ്ട്. ഈ രണ്ട് കാര്യങ്ങളൊന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനുണ്ട്. നമുക്കൊരു വെബ് പേജ് ഓപ്പൺ ആയിട്ട് വരണ്ടേ? യൂസർ രജിസ്ട്രേഷൻ വേണ്ട, ലോഗിൻ മതി കേട്ടോ. ചെറിയ ഒരെണ്ണം കാണിച്ചെന്നാൽ പോരെ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തു? ഫസ്റ്റ് ഒരു സിസ്റ്റം പ്രോപ്പർട്ടി സെറ്റ് ചെയ്തു, ദെൻ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് നമ്മൾ URL കോൾ ചെയ്തു അല്ലേ? ഇതൊന്ന് ഞാൻ റൺ ചെയ്ത് കാണിച്ചുതരാം. ഇവിടെ തൊട്ടാണ് നമ്മൾ ശരിക്കും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഞാൻ ജസ്റ്റ് ബേസിക്സ് ഫസ്റ്റ് പറഞ്ഞതാണ്, ഇവിടെ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യണത്. ഇപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി എന്താവും? ക്രോമിൽ ഈ പേജ് ഓപ്പൺ ആയിട്ട് വരും അല്ലേ? ഓക്കെ, പാത്ത് തെറ്റിയതാണെന്ന് തോന്നുന്നു. പാത്തല്ല, പേര് എഴുതിയത് തെറ്റിയതായിരിക്കും. ഞാൻ നോക്കട്ടെ, പേരെന്താണ്? ലോഗിൻ ഫോം എന്നായിരുന്നു പേര്. ഞാൻ ലോഗിൻ മാത്രമല്ലേ കൊടുത്തിട്ടുണ്ടായിരുന്നത്, അതാണ് മിസ്റ്റേക്ക് വന്നത് കേട്ടോ. ലോഗിൻ ഫോം നമുക്കൊന്നുകൂടെ റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ലോഗിൻ ഫോം അവിടെ ഡിസ്പ്ലേ ആയിട്ട് വന്നു ഇല്ലേ? ഇത് നമ്മളിങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് ഡ്രൈവർ ഡോട്ട് ഗെറ്റ് എന്ന് പറഞ്ഞിട്ട് ആ URL കൊടുക്കുകയാണ് ചെയ്തത് അല്ലേ? ഇതിന് പകരം നമുക്കൊരു കാര്യം ചെയ്യാം. എങ്ങനെയാന്ന് വെച്ചാൽ, ഫസ്റ്റ് തന്നെ നമ്മൾ ഈ URL വേറൊരു വേരിയബിളിലോട്ട് അസൈൻ ചെയ്യുന്നു. വെബ് എലമെന്റ് കൺസെപ്റ്റ് ആണ് കേട്ടോ പറയണേ. URL എന്ന് പറഞ്ഞൊരു വേരിയബിൾ എടുത്തിട്ട് അതിലോട്ട് ഞാൻ എന്താക്കുന്നു? ഈ പാത്ത് ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ആ പാത്ത് ഞാൻ അസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ഡ്രൈവർ ഡോട്ട് ഗെറ്റിനുള്ളിലോട്ട് ഞാൻ URL എന്ന് പറഞ്ഞ വേരിയബിൾ ഞാൻ പാസ് ചെയ്യാണ്. ഓക്കെ, ഇനി വേറെ എവിടെയെങ്കിലും ഈ URL യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താണ്? ഈ വേരിയബിൾ യൂസ് ചെയ്താൽ മതി. ഈ കംപ്ലീറ്റ് URL കോപ്പി പേസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, ഞാൻ അത് റൺ ചെയ്ത് നോക്കാം, വരുന്നുണ്ടോ നോക്കാം. വന്നില്ലേ? പേജ് വന്നില്ലേ? ക്ലിയർ ആയോ? അപ്പോൾ ഒരു വെബ് എലമെന്റ് കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതിപ്പോൾ URL ഓപ്പൺ ചെയ്തല്ലേ, നമ്മുടെ ലോഗിൻ്റെ എവിടെയാണ്? ബാക്കി നമ്മൾ എഴുതിയ കോഡ് വെച്ചിട്ട് നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം. രജിസ്ട്രേഷൻ ഫോം വേണ്ട, ലോഗിൻ്റെ കോഡ് വെച്ചിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം. നമ്മൾ എന്താണ് ഫസ്റ്റ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, URL ഓപ്പൺ ചെയ്തു ഇതിൽ അല്ലേ? ഓപ്പൺ URL ഓപ്പൺ ചെയ്തു, ദെൻ മാക്സിമൈസ് നമുക്കൊന്ന് കോപ്പി പേസ്റ്റ് ചെയ്തിടാം. ഓക്കെ, മാക്സിമൈസ് എടുത്തു. ഇനി എന്താ വേണ്ടത്? ആ ഒരു ഇൻപുട്ട് ഫീൽഡിലോട്ട്, അത് രജിസ്ട്രേഷൻ അല്ലേ, ഈ ഒരു ഇൻപുട്ട് ഫീൽഡിലോട്ട് വാല്യൂസ് ആഡ് ചെയ്യണം. ഓക്കെ, അതാണ് ഇനി അടുത്തോട്ട് നോക്കാനുള്ളത്. നമ്മൾ നോർമലി എങ്ങനെയാണ് ആഡ് ചെയ്യുക? ഡ്രൈവർ ഡോട്ട് ഫൈൻഡ് എലമെന്റ് ബൈ ID നെയിം ഈക്വൽ ടു സെൻകീസ് നിമിഷ എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തു. അത് ഞാൻ ഇപ്പുറത്തേക്ക് ഇടുന്നുണ്ടേ. ഇങ്ങനെയാണ് നമ്മൾ നോർമലി ചെയ്യാറ്. ഓക്കെ, നമ്മൾ ഇനി വെബ് എലമെന്റ് എന്നുള്ള കൺസെപ്റ്റിൽ എങ്ങനെ ചെയ്യാന്നുള്ളതാണ് ഇനി നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഞാനിത് കമന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി വെബ് എലമെന്റ് കൺസെപ്റ്റ് ആവുമ്പോൾ നമ്മൾ എന്താക്കും? വെബ് എലമെന്റ് എന്നുള്ള ക്ലാസ് ആണ് യൂസ് ചെയ്യുക. വെബ് എലമെന്റ് ഞാനിപ്പോൾ T1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു, ഈക്വൽ ടു ഡ്രൈവർ ഡോട്ട് ഫൈൻഡ് എലമെന്റ് എന്ന് കൊടുക്കാം. ദെൻ ബൈ ഡോട്ട് ID വെച്ചിട്ടല്ലേ, ID എന്തായിരുന്നു ID? നെയിം 1 എന്നായിരുന്നു അല്ലേ? ഇത്രയും കൊടുക്കുള്ളൂ. ഇത് നമുക്ക് ഇമ്പോർട്ട് ചെയ്യണം, വെബ് എലമെന്റിന് ഇമ്പോർട്ട് ചെയ്യണം. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ സ്ട്രിങ് എന്ന് പറഞ്ഞത് ഈ URLന്റെ ടൈപ്പാണ് ഇവിടെ സ്ട്രിങ് നമ്മൾ കൊടുത്തത്. ഓക്കെ, ദെൻ ഇത് വെബ് എലമെന്റ് ആയതുകൊണ്ട് നമ്മൾ എന്താക്കുന്നു? വെബ് എലമെന്റ് ക്ലാസ് എടുത്തു, ദെൻ എന്ത് ചെയ്തു? T1 എന്ന് പറഞ്ഞ ഒരു വേരിയബിളിലോട്ട് ഇത്രയും കാര്യങ്ങൾ ഞാൻ അസൈൻ ചെയ്ത് വെച്ചു. T1 എന്ന് പറഞ്ഞ വേരിയബിളിലോട്ട് ഇത്രയും വാല്യൂസ് ഞാൻ അസൈൻ ചെയ്തു. ക്ലിയർ ആയോ? ദെൻ പിന്നെ ഞാൻ T1 ഡോട്ട് സെൻഡ് കീസ് എന്ന് പറഞ്ഞിട്ട് അതിലോട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? നിമിഷ അല്ലെങ്കിൽ ഡെമോ എന്താണെന്ന് വെച്ചാൽ ആ വാല്യൂ ഞാൻ പാസ് ചെയ്യുന്നു. ഇതിങ്ങനെ ഒരു ഒറ്റ ലൈനിൽ എഴുതുന്നത്. നമ്മൾ വെബ് എലമെന്റ് ആകുമ്പോൾ സ്പ്ലിറ്റ് ചെയ്ത് 2 ലൈൻസ് ആയിട്ടാണ് എഴുതുന്നത്. അതെന്തിനാണ്? ഈ ഒരു വാല്യൂ നമുക്ക്, ഈ ഒരു കൺസെപ്റ്റ് നമുക്ക് വേറെ എവിടെയെങ്കിലും യൂസ് ചെയ്യേണ്ടതായിട്ട് വരും ചിലപ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ എഴുതുന്നത്. ഓക്കെ,
അതല്ലെങ്കിൽ വീണ്ടും അഗെയിൻ ഈ കംപ്ലീറ്റ് സെന്റൻസ് നമുക്ക് അടുത്തതിൽ എഴുതേണ്ടി വരും അല്ലേ? അപ്പോൾ ഇതെങ്ങനെയാണ് വെബ് എലമെന്റ് എന്നുള്ള ക്ലാസ് അത് ഇമ്പോർട്ട് ചെയ്ത് നമ്മൾ പിന്നെ ഒരു വേരിയബിൾ നെയിം കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഡ്രൈവർ ഡോട്ട് ഫൈൻഡ് എലമെന്റ് ബൈ ഐ ഡി ദെൻ യു നെയിം എന്നുള്ളത് നമ്മൾ ഒരു ഈ T1 എന്ന് പറഞ്ഞ വേരിയബിളിലോട്ട് അസൈൻ ചെയ്ത് വെച്ചു. ഓക്കെ, ഈ ഐഡിയ എവിടെ നിന്ന് കിട്ടാന്നൊക്കെ നിങ്ങൾക്ക് അറിയാലോ അല്ലേ? ഞാൻ അത് അഗെയിൻ എക്സ്പ്ലെയിൻ ചെയ്യാത്തത് ടൈം കളയേണ്ടെന്ന് വെച്ചിട്ടാണ്. നമ്മുടെ സെലീനിയം എടുത്തിട്ട് എന്താക്കുക, സെലീനിയം ഐ ഡി എടുത്തിട്ട് ഇതിൽ സെലക്ട് കൊടുക്കുക, ദെൻ യൂസർ നെയിം സെലക്ട് ചെയ്യുക. അപ്പോൾ അത് എവിടെ എന്ത് വരും, ഐ ഡി ഈക്വൽ ടു യു നെയിം 1 എന്നുള്ളത് വരും. നമ്മൾ ഓൾറെഡി ലോഗിൻ്റെ ഇതിലൊക്കെ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ അതേപടി വേഗം ടൈപ്പ് ചെയ്തത് കേട്ടോ. ദെൻ T1 ഡോട്ട് ഈ വേരിയബിൾ നെയിം ഡോട്ട് സെൻഡ് കീസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കോൾ ചെയ്തു. റൺ ചെയ്ത് നോക്കാം. മാക്സിമൈസ് ആവും. അതിൽ നിമിഷ ഡെമോ എന്നുള്ള വാല്യൂ വന്നു. ക്ലിയർ ആയോ? ഇനി അടുത്തത് എന്തായിരുന്നു, പാസ്വേഡ് ആയിരുന്നു അല്ലേ? ഇതൊന്ന് ഞാൻ കോപ്പി ചെയ്ത് വെക്കുന്നുണ്ട്, കമന്റ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇതിലെങ്ങനെ ചെയ്യും, ഇതേ സെയിം തന്നെ വെബ് എലമെന്റ് T2 ഈക്വൽ ടു എന്താണ്, ഡ്രൈവർ ഡോട്ട് ഫൈൻഡ് എലമെന്റ് ബൈ ഡോട്ട് നെയിം ആണ് അല്ലേ? നെയിം എന്ന് പറഞ്ഞിട്ട് എന്താക്കുന്നു, TWD കൊടുക്കുന്നു. ഓക്കെ, ദെൻ എന്ത് ചെയ്യുന്നു, T2 ഡോട്ട് സെൻഡ് കീസിനുള്ളിൽ ഞാൻ എന്ത് ചെയ്യുന്നു, വാല്യൂ കൊടുക്കുന്നു. ദിസ് ഈസ് പാസ്വേഡ് എന്ന് കൊടുത്തു. ഞാൻ റൺ ചെയ്ത് നോക്കാം. വന്നില്ലേ? ഇനി അടുത്തത് ഒരു ബട്ടൺ എങ്ങനെ ക്ലിക്ക് ചെയ്യാന്നുള്ളതാണ്. അടുത്തത് ബട്ടൺ ക്ലിക്ക് തന്നെയല്ലേ ഇതിൽ വരുന്നത്? അതെ, Ctrl+C ഇവിടെ പേസ്റ്റ് ചെയ്യുന്നുണ്ട്, അത് കമന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു ബട്ടൺ എങ്ങനെ ക്ലിക്ക് ചെയ്യും, ഇതേപോലെ തന്നെ എങ്ങനെയാണ്, വെബ് എലമെന്റ്, ഇപ്പൊ ഞാൻ ബട്ടൺ ആയതുകൊണ്ട് BT എന്ന് കൊടുത്തു, ഈക്വൽ ടു ഡ്രൈവർ ഡോട്ട് ഫൈൻഡ് എലമെന്റ് എന്തായിരുന്നു, ബൈ ഡോട്ട് എക്സ് പാത്ത് ആയിരുന്നു നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് അല്ലേ? ഇവിടം വരെ ഞാൻ ഒന്ന് കോപ്പി ചെയ്യുന്നുണ്ട് കേട്ടോ. Ctrl+C Ctrl+V പേസ്റ്റ്. ഓക്കെ, then എന്ത് ചെയ്യുന്നു, BTN ഡോട്ട് ക്ലിക്ക്. ഓക്കെ, നമ്മളിത് കംപ്ലീറ്റ് എഴുതുന്നതിന് പകരം സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയെന്നുള്ളൂ. പിന്നെ എവിടെയെങ്കിലും നമുക്ക് വീണ്ടും ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താക്കുന്നു, BTN ഡോട്ട് ക്ലിക്ക് എന്ന് കൊടുത്താൽ മതി. അല്ലാതെ കംപ്ലീറ്റ് ഫൈൻഡ് എലമെന്റ് ബൈ എക്സ്പാത്തിന്റെ പാത്ത് അങ്ങനെ കംപ്ലീറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കും. നമുക്കൊന്ന് റൺ ചെയ്യാം. ബട്ടൺ ക്ലിക്ക് ചെയ്തു, അലേർട്ട് ബോക്സ് വന്നു. ഓക്കെ, സോ വെബ് എലമെന്റിന്റെ ഒരു കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ലോഗിൻ ഫോമിനെ ഞാൻ കംപ്ലീറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രജിസ്ട്രേഷൻ ഫോം ഉണ്ടല്ലോ, രജിസ്ട്രേഷൻ ഫോമിൽ സെലക്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. സെലക്ടിന് ഈ ഒരു ക്വറി തന്നെ യൂസ് ചെയ്യേണ്ടി വരും, ഡ്രോപ്പ് ഡൗൺ മെനുവിന്. ബാക്കി എല്ലാ വെബ് എലമെന്റ്സിനും എന്താക്കുക, ഈ വെബ് എലമെന്റ് കൺസെപ്റ്റിൽ പ്രോഗ്രാം എഴുതാം. ഓക്കെ, അതാണ് നിങ്ങൾക്ക് ഇന്നൊക്കെയുള്ള ടാസ്ക്. അതിൽ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എന്താണ് എറർ വരുന്നതെന്ന് വെച്ചാൽ അത് എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ അയക്കാം. അതല്ലെങ്കിൽ ഈ കൺസെപ്റ്റിൽ എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കാം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. അപ്പോൾ എന്താക്കാം, അയ്യോ ഇതിന്ന് പോയോ ചാനൽ, എവിടെയാണല്ലേ, നെറ്റില്ലാത്തതുകൊണ്ടാ, കുഴപ്പമില്ല. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാനായിട്ട് നോക്കുക, തന്ന ടാസ്ക് ചെയ്ത് നോക്കുക, കോപ്പി പേസ്റ്റ് ചെയ്യരുത് കേട്ടോ. ഞാനിപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ് തീരാൻ വേണ്ടിയിട്ട് ഞാൻ എന്താക്കി, കോപ്പി പേസ്റ്റ് ചെയ്തു. ഇതൊക്കെ ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്തായിരുന്നു. ഈ ID ഒക്കെ ഞാൻ ഫെച്ച് ചെയ്തെടുത്തത് പഴയ പ്രോഗ്രാമിൽ നിന്ന് ഫെച്ച് ചെയ്തെടുത്തായിരുന്നു അല്ലേ? അതിന് പകരം നിങ്ങൾ എന്താക്കുക, ഫയർഫോക്സിൽ ഇത് ഓപ്പൺ ചെയ്യുക, ദെൻ സെലീനിയം ID എടുത്തിട്ട് ഓരോ ID ആയിട്ടും എന്താക്കുക, ഇവിടെ ഫെച്ച് ചെയ്തെടുക്കുക. എങ്ങനെയാണ്, ഇവിടെ ക്ലിക്ക് ചെയ്യുക, സെലക്ട് കൊടുക്കുക, ആ ഇൻപുട്ട് ഫീൽഡ് ക്ലിക്ക് ചെയ്യുക, ദെൻ അടുത്തത് ക്ലിക്ക് ചെയ്യുക, സെലക്ട് കൊടുക്കുക, ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അങ്ങനെ ഓരോന്നായിട്ട് ഫെച്ച് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെ ചെയ്തിട്ട് മാത്രം വെബ് ഡ്രൈവർ ചെയ്യുക, വെബ് എലമെന്റ് ചെയ്യുക, വെബ് ഡ്രൈവർ വരുന്നത്. അപ്പോൾ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. സോ yeah, thank you.